അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഈ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. അവരുടെ കൈകളിൽ അതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. ചില ഹോൾ ടിക്കറ്റ് ആകാം, ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം, ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം, വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം. വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. വൃക്ഷങ്ങൾ വിൽക്കുന്നവരുണ്ട്, മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട്. ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കടകമ്പോളങ്ങൾ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്. രോഗപീഠകൾ വലയുന്നവരെ
അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നാളെ നവംബർ 14 വെള്ളിയാഴ്ച ഈ 2 സബ്ജക്റ്റ് നമ്മൾ കണ്ടിട്ടാണ് ഇന്ന് പറയണത്, നാളെ പറയണത്. അതായത് എൻ്റെ സബ്ജക്റ്റിൻ്റെ പൊതുപ്പേരെന്ന് പറയണത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ. ഒന്നാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് ഇന്ന് പറയാം, രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് നാളെ പറയാം. ഇന്ന് പറയണത് വിശ്വാസത്തിന് 2 ഔട്ട്ലെറ്റുകളുണ്ട്. ഒരു ഔട്ട്ലെറ്റ് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പം വേസ്റ്റ് വാട്ടർ ഇല്ലേ, ഭയങ്കര പ്രശ്നമില്ലേ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയണത്. കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ഉണ്ടാകും, പിന്നെ വേസ്റ്റായിട്ടുള്ള കുറേ വേസ്റ്റ് ഉണ്ടാകുമല്ലോ. വേസ്റ്റ് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മാത്രം വേസ്റ്റ് കുറക്കാൻ പറ്റും, അത്രയും നല്ലത്. പക്ഷെ എന്നാലും വേസ്റ്റ് ഉണ്ടാകും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വേസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റിന് ഒരു ചാനൽ വേണം. വേസ്റ്റ് വാട്ടറിൻ്റെ ഇപ്പം മാത്രമല്ല, പണ്ട് മുതലേ ഹാരപ്പ മൊഹൻജദാരോ ഒക്കെയുള്ള ആദ്യകാല നാഗരികതയിൽ പോലും വേസ്റ്റ് വാട്ടറിന് പ്രത്യേക സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ജീവിതത്തിലുമുണ്ട്, കുറേ ആത്മീയ ജീവിതത്തിലുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റുകൾ. ആത്മീയ ജീവിതത്തിലുണ്ട്. ആത്മജീവിതത്തിൻ്റെ വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേസ്റ്റായിട്ട് വരും. അത് നമ്മൾ ഒഴുക്കിക്കളയണം, അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്ക് വേസ്റ്റ് അല്ലേ, നമുക്ക് വലിയ കാര്യമായിരിക്കും, ദൈവത്തിനകത്ത് വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദൈവത്തിന് വേസ്റ്റായിട്ടുള്ള സംഭവങ്ങളെ കളയുന്നതിനാണ് വേസ്റ്റ് വാട്ടറിങ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒന്നാണ് അനുതാപം എന്ന് പറഞ്ഞ സംഭവം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഔട്ട്ലെറ്റാണ് ശരിക്കും പറഞ്ഞത്. അനുതപിച്ചില്ലെങ്കിൽ ഈ വേസ്റ്റ് വാട്ടർ എല്ലാം, അതായത് നമ്മൾ ജീവിച്ച് കഴിയുമ്പോൾ ആ അറിഞ്ഞുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്, അറിയാതെ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട്. പൊല്യൂഷൻ, അതാണ് വിഷയം. പൊല്യൂഷൻ അതിന് ഔട്ട്ലെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനത്തിന് ഇരയാകും. രോഗാണുക്കളൊക്കെ പെരുകി വേസ്റ്റ് വാട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രോഗാണുക്കളൊക്കെ പെരുകി നാശകൂടലിയാവും. അതുകൊണ്ടാണ് അതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് അനുതാപം. അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഈശോ പറയും, എന്താണ്? അനുതപിക്കുക. ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു വാക്കാണ് അനുതാപം. അതിൻ്റെ പലതരത്തിലുള്ള അനുതാപങ്ങളാണ്. ഓരോരോ ജീവിത രീതി അനുസരിച്ചുള്ള ഓരോരോ ജീവിത രീതിക്ക് അതിൻ്റെതായിട്ടുള്ള അനുതാപ മേഖലകളും അനുതാപ മുറകളും ഉണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായാലും ശരി, അത് തിരിച്ച് ഒഴുകാൻ അനുവദിക്കരുത്. അതാണ് നമ്മൾ മനസ്താപത്തിൽ പറയണത്. മേലിൽ പാപം ചെയ്യില്ലെന്നൊക്കെ പറയത്തില്ലേ? തിരിച്ച് വേസ്റ്റ് വാട്ടർ ഒഴുക്കിവിട്ട സാധനം തിരിച്ച് വരണില്ലേ? അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവിക ജീവിതം ഉണ്ടല്ലോ, അത്രയ്ക്ക് പാടുള്ളതല്ല ശരിക്കും. ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തെ കാണാൻ മനുഷ്യന് ഉള്ളൊരു റൈറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഉണ്ട്. വേല വിശ്വാസിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമേഴ്സായിട്ട് ജീവിക്കുന്നവർ, അവർക്കൊക്കെ റൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ. അല്ലാത്തവർക്ക് അവരുടെ രീതി റൈറ്റ് ഉണ്ട്. ദൈവം ആ നീതി നിറവേറ്റണത് ദൈവം ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല, അതിനാണ് ഈ അമ്മയെ പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ വ്യക്തിപരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്, അമ്മ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ അമ്മയ്ക്കത് ആ ദൈവ അനുവാദം, ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതയുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ മരിയൻ എക്സ്പീരിയൻസൊക്കെ ഒത്തിരി കൂടുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് വരുന്നത്. അത് ഒരു അനുഭവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ഞാൻ 2 പ്രാവശ്യം അമ്മയെ നേരിട്ട് കണ്ട ആളാണ്. പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അവരൊന്ന് ചിരിക്കണ കാണാം. ഞാൻ അച്ഛന്മാരൊക്കെ തോന്നുന്നു, ചില അച്ഛന്മാരോട് എനിക്കും അത് തോന്നിയതായിരിക്കും. നിന്നെ ആദ്യമൊക്കെ കാലമൊക്കെ പറയണത് നിനക്കെന്താ കുഴപ്പമുള്ളതൊക്കെയാണ് അവർ പറയണത്. ചിലർ തമാശ പറയണതേ. കാര്യത്തിന് അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ
അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നവരെ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുകയോ അവർ വേറെ എന്തെങ്കിലും താത്വിക സൈക്കോളജിക്കൽ റീസൺ കണ്ടെത്തുകയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അത്ര പാടുള്ള കാര്യമല്ല. ദൈവം ഒരു മനുഷ്യനെ കമ്മ്യൂണിക്കബിൾ ആകുന്നത് അത്ര പാടുള്ള കാര്യമല്ല. ശരിക്കും ദൈവവചനം നമ്മൾ ദൈവസ്നേഹത്തോടെ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അടയാളങ്ങൾ വരും. അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വിദൂരസ്ഥനല്ല, സമീപസ്ഥനാണ്. അത് വാഗ്ദാനമാണ്. അതാണ് ഈ അടയാളങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ കാരണം. അതാണ്. അപ്പം എന്നിട്ട് ഈശോ പറയും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കനമില്ലാത്തവരെന്ന് എൻ്റെ അർത്ഥം. പിന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായ ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിഷ്കളങ്കതയാണ്. വേറെ ദൈവത്തോട് സ്നേഹം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരില്ല. അവർക്ക് ദൈവം. പിന്നെ ഹൃദയം നുറുങ്ങിയവർ, ദൈവത്തെ ഓർത്തിട്ട് നുറുങ്ങുന്ന ആൾക്കാർ, ദൈവം സമീപസ്ഥനാണ്. അപ്പം അത് ഒത്തിരിപ്പെട്ട അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനമൊക്കെ വരണത്. ഇപ്പം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാപം. എപ്പോഴും നമ്മൾ ഓർത്ത അനുതാപം. ഇപ്പോൾ പാപം കുറിച്ച് അനുദപിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. കാര്യം കുറേ ജീവിച്ച് വരുമ്പോൾ കള്ളത്തരവും നുണ പറച്ചിലും അറിയാതെ പറയും, അറിഞ്ഞു പറയും. ഇപ്പം വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കുന്നുകൂടുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എന്ന് പറയണ. ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞേ, നമ്മൾ എൻ്റെ പിഴ നെഞ്ചത്തിലിരിക്കുന്ന പകരം ഈ പിഴ ഉണ്ടാകാതിരുന്നാൽ പോരെ. അതല്ലേ ആത്മാർത്ഥം. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് കുർബാനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ നെഞ്ചത്തിലിരിക്കുന്നത് എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കാൾ ഈ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത്? നമ്മൾ പിഴയില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകണത്? അവിടുത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത്. വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല. ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന്. അപ്പം അതിന് പോലും അനുതാപം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഈ ജങ്കില്ലേ, നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോഴും ജങ്ക് നമ്മൾ സാധനം ഉണ്ടല്ലേ, അത് നമ്മളെടുത്ത് ഡസ്റ്റ്ബിന്നിലിടുന്നില്ലേ. അപ്പം അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനുതാപം. അനുതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്ന് ദൈവം നോക്കത്തുള്ളൂ. അനുതാപത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളിനി അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അനുതാപത്തിൻ്റെ വേസ്റ്റ് വാട്ടർ തിരിച്ചൊഴുകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവവേദന ഒന്ന് ചിന്തിച്ച്, പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇനി ഉൾപ്പെട്ട് പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണ് എന്നൊരു കാര്യമില്ല. എല്ലാം വീക്കെന്ന് പറയണത് നമ്മൾ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല. നമ്മൾ അതിന് ബോധപൂർവ്വം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കുന്നില്ല. പാപം നൽകുന്ന ഒരു ഔദാര്യം കൈപ്പറ്റിക്കൊണ്ട് പാപത്തിൻ്റെ അടിമയായിട്ട് അടുത്തോടും കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പ്രോഗ്രാമും അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിനെ ഒന്നും അനുതാപമായിട്ട് കണക്ഷൻ വരത്തില്ല. അതൊന്നും ശ്രദ്ധിക്കണം. നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ, ബാക്കി എല്ലാം ദൈവം ക്രമീകരിക്കും. അനുതാപമാണ് ഒന്നാമത്തെ ഔട്ട്ലെറ്റ്. പിന്നെ എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നേഹ ബോബി. ഞാൻ പൊൻകുന്നത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് നവംബർ 2023 അതിന് മുമ്പ് ഞാൻ ഇവിടെ മാതാവിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മ ഒരു സാക്ഷ്യം കേൾക്കുന്ന കേട്ടിട്ടാണ്. ഞാൻ ആദ്യമായിട്ട്
അറിയുന്നത്. ആ സമയത്ത് ഒരു ചേച്ചിയുടെ സാക്ഷ്യമായിരുന്നു അത്. അതിനകത്ത് ആ ചേച്ചി പറയുന്നത് 6 നിയോഗം വെച്ചു, 6ഉം സാധിച്ചു. അത് കഴിഞ്ഞ് വേറെ 6ഉം കൂടെ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്ത് ഇത്ര അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു അതങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇവിടെ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാനിങ്ങനെ കുറേ ട്രോളൊക്കെ കേട്ടതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങൾ അധികം ഇവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് +1 എൻ്റെ പെടലി ഒന്ന് വെട്ടിയായിരുന്നു. അതിന് മുമ്പ് തൊട്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി തീരെ ഇല്ലായിരുന്നു. എപ്പോഴും എനിക്ക് വേദനയാണ്, എപ്പോഴും എനിക്ക് അസുഖമാണ്. ഞാൻ അനുഭവിക്കാത്ത വേദനയൊന്നുമില്ല. എനിക്ക് കോളേജിലൊന്നും പോകാനേ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ലീവൊക്കെ എടുക്കുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ഇത് പറയുമ്പോൾ അവർക്കും മനസ്സിലാവത്തില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവർക്കും മനസ്സിലാവത്തില്ല. ഞാനൊരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് എനിക്ക് ട്രാവൽ. അപ്പോഴൊക്കെ ഞാൻ ഒരു തരത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാ മാസവും ഞാൻ പോയി IV ഫ്ലൂയിഡ് ഇടാതെ എൻ്റെ തല നേരെ നിൽക്കത്തില്ല. എനിക്ക് അതുപോലെ മേലായിരുന്നു. എപ്പോഴും എനിക്ക് നടുവേദന, ഒരു ജലദോഷമൊക്കെ ആർക്കെങ്കിലും വന്നാൽ എനിക്ക് അപ്പം കിട്ടും. അത് പിന്നെ സൈനസൈറ്റീസ് ആവും, പിന്നെ പനിയാവും, പിന്നെ എനിക്ക് എണീക്കാനേ പറ്റത്തില്ല. അതുപോലെ മരുന്ന് ഞാൻ എടുക്കുമായിരുന്നു എനിക്ക് അസുഖം കാരണം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബറിൽ. അത് കഴിഞ്ഞ് 2024 ഹോളി വീക്കിൻ്റെ ടൈമിൽ എനിക്കൊന്ന് ബുധനാഴ്ച, അതായത് പെസഹ ബുധൻ്റെ ആ സമയത്തായിരുന്നു. രാവിലെ എണീറ്റുമ്പം എനിക്ക് എൻ്റെ ഈ വലത് കണ്ണിന് ഭയങ്കര വേദന. എനിക്ക് തിരിഞ്ഞു കിടക്കാനും പറ്റുന്നില്ല, കണ്ണ് തുറക്കാനോ അടയ്ക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ കണ്ണെന്തോ വേദനയുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, ചിലപ്പോൾ നീ തിരിഞ്ഞ് കിടന്നതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ചിലപ്പോൾ അതായിരിക്കും, തിരിഞ്ഞ് കിടന്നതിൻ്റെ ഞെങ്ങി ഇങ്ങനെ കിടന്നതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് തീരെ കണ്ണ് അടയ്ക്കാനോ നോക്കാനോ ഒന്നും പറ്റുന്നില്ല. എൻ്റെ കണ്ണിങ്ങനെ ചെറുതായി വരിക. അപ്പം ഞാൻ കണ്ണാടിയിൽ പോയിട്ട് എനിക്ക് മോള് വശത്താണ് വേദന. അപ്പം ഞാൻ ഇതൊന്ന് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അത് മണ്ടവശം മുഴുവൻ മഞ്ഞ നിറത്തിൽ വീർത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര, അത് കാരണമാണ് ഈ വേദന എടുക്കുന്നത്. അതിൻ്റെ റീസൺ ഒന്നും അറിയത്തില്ല. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇതെന്തോ സീരിയസ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വൊമിറ്റ് ചെയ്യാനും വരുന്നുണ്ട് ഈ വേദന കൂടിയിട്ട് ഈ കണ്ണിൻ്റെ. അപ്പോൾ അന്ന് ഐ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നോക്കിയപ്പോൾ ഡോക്ടറില്ല. അപ്പോൾ അന്നത്തെ രാത്രി ഞാൻ എങ്ങനെയാണ് ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് കണ്ണടയ്ക്കാനോ ഒന്നും പറ്റത്തില്ല, അതുപോലെ വേദനയാണ് എനിക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം അപ്പോയിൻമെൻറ്റ് കിട്ടി. ആദ്യം ചെന്ന് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു മേ ബി പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഡ്രൈ ആയതായിരിക്കാം, കൂടുതൽ സ്ക്രീൻ ടൈം ഉള്ളതുകൊണ്ട് അങ്ങനെ വല്ലതും ആയിരിക്കാം, ഏതായാലും ഒരു ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്ലഡ് ടെസ്റ്റുകൾ തന്നു. ബ്ലഡ് ടെസ്റ്റ് തന്ന് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഐ ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോയി കാണിച്ചപ്പോൾ ആ ഡോക്ടറിൻ്റെ ഫേസ് ആകെപ്പാടെ മാറി. എൻ്റെ CRP 28.9 ESR 30. അപ്പോൾ എൻ്റെ CRPയുടെ ഒക്കെ റേറ്റ് കണ്ടപ്പോഴത്തേനും ആ ഡോക്ടർ എന്നെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കിയിട്ട് ചോദിച്ചു, മോളെ ശരീരത്ത് എവിടെയോ നല്ല ഇൻഫ്ലമേഷൻ ഉണ്ട്, ബ്ലഡിലാണെന്ന് തോന്നുന്നു, നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ട്, എന്താണെന്നറിയില്ല, ഈ ചെറിയ പ്രായത്തിൽ അങ്ങനത്തെ ഒരു സീരിയസ് രീതിയിലാണ് ആ ഡോക്ടർ സംസാരിച്ചത്. അത് കേട്ടപ്പോൾ എനിക്കും അറിയില്ല എന്താണ് റീസൺ. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും നാളും എനിക്കിങ്ങനെ വേദനകളോട് വേദന, എൻ്റെ ശരീരത്ത് ഇമ്മ്യൂണിറ്റി ഇല്ല, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടെന്ന് ബ്ലഡ് ഇൻഫെക്ഷനും കൂടെ. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഞാനും അമ്മയും കൂടെ വെളിയിലിറങ്ങി വന്നപ്പം ആകെപ്പാടെ ഞാനപ്പം മാതാവിനോട് ചോദിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ്. അത് കഴിയപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഇത്രയും വേദനകൾ അനുഭവിച്ചു, ഒരു ദിവസം പോലും ഇല്ല എനിക്ക് വേദന ഇല്ലാത്തത്, എന്നിട്ട് പിന്നെയും ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ എനിക്ക് തന്നല്ലോ, ഞാൻ എന്തെങ്കിലും ആട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ആ ഡോക്ടറിനോട് പറഞ്ഞിരുന്നു, മോളൊരു കാര്യം ഒരു ഫിസിഷ്യനെയും കൂടെ പോയി കാണാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ കൺസൾട്ടിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആകെപ്പാടെ ഒരു മൂകത അവസ്ഥയാണ് എൻ്റെ വീട്ടിൽ. കാരണം എൻ്റെ അവസ്ഥ എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, ഞാൻ അനുഭവിക്കുന്ന വേദന മുഴുവൻ, എടുക്കുന്ന മരുന്നുകൾ മുഴുവൻ. അപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആകെപ്പാടെ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ യൂട്യൂബ് തുറന്നപ്പം എവിടുന്നാന്ന് അറിയത്തില്ല, ഏതോ ഒരു വീക്കിലെ ഒരു ധ്യാനം വന്ന് കിടപ്പുണ്ട്. ഞാൻ അതുവരെയും ധ്യാനം ഒന്നും കൂടാറ്, എൻ്റെ ഫസ്റ്റ് ഉടമ്പടി ഞാൻ അത്ര നന്നായിട്ടൊന്നും അല്ല പാലിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ ധ്യാനം ഒന്നും അങ്ങനെ കൂടാറില്ലായിരുന്നു. പക്ഷേ ആ ധ്യാനം വേറെ വഴിയില്ല എൻ്റെ ഫ്രണ്ടിൽ. എനിക്കിനി ഇതെങ്ങനെ മാറേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ധ്യാനം കൂടാമെന്ന് വിചാരിച്ച് ഞാൻ ധ്യാനം കൂടി. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. ലാസ്റ്റത്തെ ധ്യാനിപ്പിക്കുന്ന ആശീർവാദ സമയത്ത് അച്ഛൻ പ്രത്യേകം പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ളവരുടെ ബ്ലഡിൽ ഈശോയുടെ ഒരു തുള്ളി രക്തം വീണത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അച്ഛൻ പറഞ്ഞു. ഞാൻ ഉറച്ചു വിശ്വസിച്ചത് ഞാൻ തന്നെ ആയിരിക്കും എന്ന്. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വേദനകളും മുഴുവൻ, പനി, ജലദോഷം, ഈ സൈനസൈറ്റീസ്, അതിൻ്റെ വേദന എല്ലാം, അതിൻ്റെ കൂട്ടത്തിൽ ഇതും. എന്നിട്ട് അന്ന് രാത്രി ഞാൻ കിടന്നു. എനിക്ക് കിടക്കാനൊന്നും പറ്റത്തില്ല, കാരണം കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റത്തില്ല. അന്ന് രാത്രി എന്നിട്ട് ഞാൻ ഉറങ്ങി ഒരു ഉറക്കം കഴിഞ്ഞപ്പം എൻ്റെ നടു
വെട്ടിപ്പൊളിക്കുന്ന വേദന. അതായത് ഒരു കോടാലി എടുത്ത് എങ്ങനെ വെട്ടും അതുപോലത്തെ വേദന എൻ്റെ നടുവിന്. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്ന് കാറും എൻ്റെ കട്ടിലേൽ. അതുപോലെ എനിക്ക് വേദന. എൻ്റെ കണ്ണ് വീർത്തിരിക്കുന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്ക് നടുവ് ഇങ്ങനെ വേദന എടുക്കുന്നു. ഞാൻ കരഞ്ഞിട്ടൊന്നും എൻ്റെ അമ്മ കേൾക്കുന്നില്ല. അമ്മയുടെ റൂം കുറച്ച് ദൂരെയായിരുന്നു. എനിക്ക് കട്ടിലേൽ നിന്ന് എണീറ്റ് അമ്മയുടെ അടുത്ത് പോകാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എൻ്റെ കട്ടിലേന്ന്. ഞാൻ ഒരു തരത്തിൽ ഒടിഞ്ഞ് കുത്തി എണീറ്റു. എന്നിട്ട് എനിക്ക് നേരെ നിൽക്കത്തില്ല. ഞാൻ ഒടിഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ ഒരു തരത്തിൽ എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. നടക്കുമ്പോൾ എനിക്ക് നടുവിന് വേദനയാണ്. ചില്ലറ വേദനയൊന്നും അല്ലായിരുന്നു, ഭയങ്കര വേദന. ഞാൻ കരഞ്ഞ് ലാസ്റ്റ് അമ്മയുടെ മുറിൽ ചെന്ന് കൊട്ടി. അമ്മ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഒടിഞ്ഞാണ് നിൽക്കുന്നത്. എന്നിട്ട് അമ്മ എന്നെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് തിരുമയൊക്കെ തന്നു, എനിക്ക് മരുന്നൊക്കെ തന്നു. ഒരു രക്ഷയില്ല. എനിക്ക് അതുപോലെ വേദന. ഞാൻ കാറുമാണ് കിടന്ന്. എന്നിട്ട് ഞാൻ എവിടുന്നാണെന്ന് അറിയില്ല, എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വന്നു. ഞാൻ പോയി വൊമിറ്റും ചെയ്തു. ഞാൻ അവിടെ കിടന്നാണ് വൊമിറ്റ് ചെയ്തത്. എനിക്ക് നേരെ നിൽക്കാൻ വയ്യ, എൻ്റെ കണ്ണിന് വയ്യ, എനിക്ക് വൊമിറ്റിങ്ങും കൂടെ. ഒരു തരത്തിൽ ഞാൻ വന്ന് കട്ടിലെ കിടന്നു തിരിച്ച്. എൻ്റെ അമ്മ എനിക്ക് തിരുമ്മി തന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഈ വേദനയുടെ പീക്ക് എത്തിയപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ എന്നെ അങ്ങോട്ട് വിളിക്കുക, അല്ലേ ഇതെനിക്ക് മാറ്റി, എനിക്കിനി അനുഭവിക്കാൻ വയ്യാന്ന് പറഞ്ഞു ഈ വേദന. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം എണീറ്റിട്ട് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാൻ പോയി. റിസൾട്ടൊക്കെ കാണിച്ചപ്പോൾ ഫിസിഷ്യനും പറഞ്ഞു, എവിടെ ശരീരത്തിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ടെസ്റ്റൊക്കെ ഒന്നുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം ഞാൻ ഈ പ്രാർത്ഥന കൂടിയായിരുന്നു. എന്നിട്ട് ബ്ലഡ് എടുക്കുന്ന സമയത്തൊക്കെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ കാശുരൂപം വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഫുൾ ടൈം. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഞാൻ ഈ വേദന എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു ബോധോദയം ഉണ്ടായി. ഇന്നലെ ഈശോയുടെ ബ്ലഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഹോപ്പുണ്ട്. ഞാനപ്പം അവിടെ ബ്ലഡ് എടുത്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ എൻ്റെ ബ്ലഡ് പോകുന്ന കണ്ടപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെതിനകത്ത് എൻ്റെ ഈശോയുടെ ബ്ലഡ് ഉണ്ട്, എന്താണല്ലോ ഇത് എല്ലാം ശരിയാവും എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. എന്നിട്ട് എന്നോട് ആ സിസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും മോളെ, ഒന്നെങ്കിൽ ഇവിടെ ഇരുന്നോ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ കാണിച്ച ടെസ്റ്റ് റിസൾട്ട് ഓൾറെഡി ഉണ്ട്. എൻ്റെ CRP 28.9 കിടക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ മുഖത്ത് ഒരു വല്ലായ്മയാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇൻഫ്ലമേഷൻ എൻ്റെ ശരീരത്തിൽ അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അമ്മ പറഞ്ഞു, ഇനി വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിന്, എനിക്കൊരു രൂപമുണ്ട് മാതാവിന്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ച് നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞാൽ മോളെ റിസൾട്ട് വന്നിട്ടുണ്ട്, മോളുടെ CRP 4.6. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ തന്നെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെ മോളെ തന്നെയാണ് പറയുന്നത്, മോളുടെ CRP 4.6 പറഞ്ഞു. ഇതിന് മുമ്പ് എത്രയായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു 28.9 എന്നായിരുന്നു ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. 2 ദിവസം, അതായത് അതിൻ്റെ തലേന്ന് രാവിലെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്നോട് ചോദിച്ചു, മോള് മെഡിക്കേഷൻ എടുത്തായിരുന്നു അല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെഡിക്കേഷൻ എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇത്ര കുറഞ്ഞതെന്ന് എന്നോട് ചോദിച്ചു. എൻ്റെ എല്ലാം നോർമൽ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് മൊത്തം നോർമലായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മെഡിക്കേഷൻ എടുത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന്. അപ്പോഴത്തേനും ആ സിസ്റ്റർ ഒന്ന് ചിരിക്കുകയാണ്. ഞാൻ അമ്മയോട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ CRP 28.9 4.6 കുറഞ്ഞു എന്ന് പറഞ്ഞു. അമ്മ കിടന്ന് കരയാണ്. അതായത് കരയുന്ന പോലെ കണ്ണീന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അന്ന് ഞാൻ തീരുമാനിച്ചു, അന്ന് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ, അതിപ്പോൾ 1.5 വർഷമായി, കഴിഞ്ഞ ഹോളി വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞ 24 ഇന്ന് വരെ എനിക്കൊരു ജലദോഷമോ പനിയോ തലവേദനയോ നടുവേദനയോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ വീട്ടിലത് കഴിഞ്ഞ് എല്ലാവർക്കും പനി ജലദോഷം എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് മാത്രം ഇതുവരെ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും വന്നാൽ ആദ്യം പിടിക്കേണ്ടത് എനിക്കാണ്. എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്കാണ്. പിന്നെ അമ്മയ്ക്കൊക്കെ വന്നാൽ പിന്നെ അമ്മയുടെ അവസ്ഥ. പിന്നെ അതിനുശേഷം എനിക്കിതുവരെ ഒന്നും വന്നിട്ടില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് ഞാൻ കോളേജ് കഴിഞ്ഞപ്പം എനിക്ക് ഒരു 3rd ഇയർ ആയപ്പോഴത്തേനും തന്നെ എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാനിത് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ വീട്ടിലൊന്നും പ്രശ്നമില്ല. പക്ഷേ എൻ്റെ റിലേറ്റീവ്സ് പറയുമായിരുന്നു, നിങ്ങളെ കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, അത് വേണ്ട, നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഇതും കൂടെ എഴുതിയിട്ടായിരുന്നു, എനിക്ക് പുറത്തുപോയി പഠിക്കണം എന്ന് എഴുതിയിട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഒരു സാക്ഷ്യം, ഇവിടെ തന്നെയുള്ളൊരു ചേട്ടൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. ആ ചേട്ടൻ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നതായിട്ടായിരുന്നു ആ സാക്ഷ്യത്തിലുള്ളത്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ആ ചേട്ടന് ഒരു തരത്തിലും കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ പബ്ലിക്ക് കിട്ടി, 0 ട്യൂഷൻ ഫീ ആണ് എന്നൊക്കെ. അപ്പോഴും ഞങ്ങളപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം പോയി IELTS എഴുതി. അത് IELTSന് എനിക്ക് ആ സമയത്ത് കിട്ടിയത് 6.5 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീട്ടിലാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. 6.5 ഉള്ളൂ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പ്രോസസ്സിങ്ങിന് വെച്ചു. പ്രോസസ്സിങ്ങിന് നല്ല ലാഗായിരുന്നു. എൻ്റെ കൂടെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി ഈ പ്ലാന്. പക്ഷേ ഞാൻ എപ്പോഴും ഇത് പിടിച്ചു നിന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു ഈ മാതാവിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ സ്വപ്നം കാണും. മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നതായിട്ടും മാതാവ് എനിക്ക് 3 പൂ തരുന്നതായിട്ടും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസത്തോളം മാതാവിൻ്റെ ഒരനക്കവും ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാക്ഷിയൊക്കെ കൂടുമ്പോഴത്തേനും ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൊക്കെ അനുഗ്രഹം കിട്ടിയ ആൾക്കാർ ഇവിടെ നിന്ന് സാക്ഷ്യം പറയും. അപ്പം ഞാൻ മാതാവിനോട് ചോദിക്കും, അപ്പം മാതാവ് കാണാഞ്ഞിട്ടൊന്നും അല്ല, അവർക്കൊക്കെ അപ്പം മാതാവ് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, അപ്പം എന്നെ മൈൻഡ് ചെയ്തിരിക്കുന്നതാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് പറയും. പക്ഷേ ആ സമയത്തൊക്കെ
ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റത്തില്ലാതെ വന്നത് ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കുറച്ച് കുത്തലായിരുന്നു. പോകില്ല, നടക്കില്ല, കുറേ പേര് നിൽപ്പുണ്ട്, അവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, വെറുതെ സമയം കളയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ട് ഞാൻ എൻ്റെ മുറിയിൽ രാത്രിയിൽ പണ്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പം എൻ്റെ പ്രാർത്ഥന 2 മണിക്കൂറൊക്കെയാണ്. ഞാനിങ്ങനെ വിഷമിച്ച് കുറേ ഇരുന്ന് കരഞ്ഞ് ആ സമയത്ത് എനിക്ക് ഉറപ്പാണ് എൻ്റെ റൂമിൽ ഈശോയുടെ പ്രസൻസ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് തോന്നി ഈ ബൈബിൾ എടുക്കുന്ന എൻ്റെ മനസ്സിൽ ഞാനിവിടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ഓരോ പിള്ളേരിങ്ങനെ പറയും മനസ്സിലിങ്ങനെ കേട്ടു എന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് എങ്ങനെയാണ് മനസ്സിൽ കേൾക്കുന്നതെന്നൊക്കെ. പക്ഷേ അത് സത്യമാണ്, മനസ്സിൽ കേൾക്കും. ഞാനിങ്ങനെ ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ കേട്ടു, മോളെ നീ ബൈബിൾ തുറക്ക് എന്നിങ്ങനെ കേട്ടു. ഞാൻ കിടന്ന് കരയുവാണ്. എന്നെ ഇങ്ങനെ എല്ലാവരും പറയുന്നു, വീട്ടുകാർ പറയുന്നു, നാട്ടുകാർ പറയുന്നു. ഞാൻ എല്ലാം ഈശോയോട് ഇങ്ങനെ പറയും, ഈശോ എന്നെ ഇവരിങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് മൂവ്മെൻറ്റ് കാണുവാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എൻ്റെ പ്രോസസ്സിങ്ങിൽ നിന്ന്. അപ്പം ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യെശയ്യാ 38:5 എന്തോ ആണ്, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അത് വായിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ കരയാൻ തുടങ്ങി. കാരണം എനിക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ കിട്ടിയല്ലോ. സന്തോഷത്തിൻ്റെ കരച്ചിലായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, വെരി നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നിൻ്റെ കണ്ണീർ ഞാൻ ദർശിച്ചിരിക്കുന്നു എന്നായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആയി. എനിക്ക് ഡയറക്റ്റ് കൺഫർമേഷൻ ഈശോയുടെ അടുത്തു നിന്ന് കിട്ടി. എനിക്ക് ഇനിയൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ ഡ്രോപ്പ് ചെയ്തു. അവരൊക്കെ വീട്ടുകാർ പറയുന്നത് നടക്കാൻ പോകുന്നില്ല, നീ വെറുതെ സമയം കളയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിച്ചു മാതാവ് എന്നെ ഇത്രയും കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വിട്ടിട്ട് പോവില്ല. കാരണം മനുഷ്യനെ അല്ല ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്, ഞാൻ മാതാവിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ മാതാവ് ഒരിക്കലും പകുതിക്ക് വെച്ചിട്ട് നമ്മളെ ഇട്ടിട്ട് കളയില്ല. അപ്പം ഞാൻ ആ ഒറ്റ ഇതിൽ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പിടിച്ച് പിടിയാലെ ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരനക്കവും ഇല്ലായിരുന്നു കുറേ നാളത്തേന്. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ എന്നും കൊന്തയൊല്ലും, ഞാൻ എന്നും പ്രാർത്ഥിക്കും, പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ എന്നെ തന്നെ മാതാവ് മാറ്റിയെടുത്തു എന്ന് വേണം പറയാൻ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഒരു ദിവസം, എല്ലാ ദിവസവും എനിക്ക് ചൊവ്വാഴ്ചകളിലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നത്. ഞാൻ ചൊവ്വാഴ്ച പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥന കൂടി ആ ചൊവ്വാഴ്ച. കാരണം ഡേയ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഡിഗ്രി ഡയറക്റ്റ് പോയി PG ചെയ്തവരൊക്കെ കോഴ്സുകൾ പകുതിയാവുന്നു, അവരെല്ലാം ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നു, ഞാൻ മാത്രം വീട്ടിലിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥ വരുമ്പോഴത്തേനും അനുഭവിച്ചവർക്ക് നന്നായിട്ട്, ഇവിടെ ഒന്ന് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ. അപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്ന് രാത്രി ഞാൻ മാതാവിനോട് വർത്താനം പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് അമ്മയ്ക്കറിയാം എനിക്ക് ഏതാ നല്ലതെന്ന്, അമ്മയ്ക്കറിയാം എനിക്ക് എന്നാണ് കിട്ടേണ്ടതെന്ന്, എനിക്ക് ഏത് ഡേറ്റിന് വരണം എന്നും എല്ലാം അമ്മയ്ക്കറിയാം, എൻ്റെ ബുദ്ധിയൊക്കെ അമ്മയ്ക്കറിയാം. അപ്പോൾ ആ കോഴ്സ് അങ്ങനെ ചേരുന്ന കോഴ്സ് അമ്മ എനിക്ക് തരണം, എൻ്റെ ഭാവിക്ക് നല്ലതായിട്ടുള്ള കോഴ്സൊക്കെ എനിക്ക് അമ്മ തരണം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പതിവിലും താമസിച്ച് ഞാൻ എണീറ്റ് ഞാൻ ഭയങ്കര കൂളായിട്ട് ചായയൊക്കെ ഉണ്ടാക്കി വന്നിരുന്നപ്പോൾ എൻ്റെ ഫോണിൽ കുറേ മിസ് കോൾസും മെസ്സേജും കിടക്കുകയാണ്. നോക്കിയപ്പോൾ എനിക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത കോഴ്സ്. ആ കോഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഈ പ്രോസസ്സിങ് തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ലോട്ടിട്ട് നോക്കിയായിരുന്നു. എനിക്ക് 2 കോഴ്സ് തന്നിട്ട് എനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് ഒരെണ്ണം എടുത്ത് തരണം എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് ഇട്ട് നോക്കിയപ്പോൾ കിട്ടിയൊരു കോഴ്സുണ്ട്. പക്ഷേ എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അത് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാനപ്പോൾ അത് കൂടുതൽ അങ്ങോട്ട് പുഷ് ചെയ്തില്ല ആ കോഴ്സ്. പക്ഷേ എനിക്ക് മാതാവ് തന്നപ്പം, മാതാവ് സെലക്ട് ചെയ്ത് തന്ന കോഴ്സും ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചൊരു കോഴ്സുണ്ട്. എനിക്കത് മതിയെന്ന് പറഞ്ഞ് ഞാൻ മുട്ട നിന്ന് പ്രാർത്ഥിച്ചൊരു കോഴ്സുണ്ട് മാതാവിൻ്റെ അടുത്ത്. ആ കോഴ്സും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് മാതാവ് എനിക്ക് തന്നത്. ഒരു തരത്തിൽ അത് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ മലയാളികളേ ഇല്ല, അത് കിട്ടാനേ വഴിയില്ല. എൻ്റെ കൂട്ടത്തിൽ നിന്നവരെല്ലാവരും ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കിട്ടില്ല എന്ന്. പക്ഷേ മാതാവ് എനിക്കത് വാങ്ങിച്ചു തന്നു. അതാ പറയണത്, മാതാവ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്കത് തരും. അതിപ്പോൾ കുറച്ച് താമസിക്കും, അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ മാതാവ് തരും അത്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എൻ്റെ IELTS എക്സ്പയർ ആയി. 1 വർഷമേ ഉള്ളൂ ജർമ്മനിയിലോട്ടുള്ള IELTS. അത് എക്സ്പയർ ആയിപ്പോയി. എന്നെ ആ ഏജൻസിയിലെ ചേട്ടൻ പെട്ടെന്നായിരുന്നു വിളിച്ചു പറയുന്നത്. അതോടെ എനിക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. IELTS എഴുതണമെങ്കിൽ 18,000 വേണം. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പഠിക്കുന്നതിന് 10,000 എബോവ് ആണ് ചില ഏജൻസീസ് ചോദിക്കുന്നത് പഠിപ്പിക്കുന്നതിന്. അപ്പം ഞാൻ ഓർത്തു, ഇനി എൻ്റെ അപ്പൻ്റെ പൈസ കളയാൻ എനിക്ക് പറ്റത്തില്ല. ഒന്ന് പോയി എഴുതി 6.5 കിട്ടിയുള്ളൂ. ഞാൻ കുറേ ചീത്ത കേട്ടു. ഇനി ഏതായാലും ഞാൻ തന്നെ പഠിക്കുന്നുള്ളൂ വിചാരിച്ചു. എനിക്ക് ദിവസങ്ങളേ ഇല്ലായിരുന്നു, 10 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് 5 ദിവസം ഞാൻ ടെൻഷൻ അടിച്ച് കളഞ്ഞു. കാരണം പ്രോപ്പർ ഒരു മെൻറ്റർ ഇല്ലാതെ IELTS പ്രിപ്പയർ ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ മാതാവിൻ്റെ ടേബിളിൻ്റെ താഴെ സ്റ്റൂളിട്ട് അതിന് നിലത്തിരുന്ന് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 5 ദിവസം ഇരുന്ന് പഠിച്ചു. സ്പീക്കിംഗ് ഒന്നും ഞാൻ പ്രാക്ടീസേ ചെയ്തിട്ടില്ല. ഈ സമയത്തൊന്നും മാതാവിൻ്റെ ഒരു അനക്കവും ഇല്ല എൻ്റെ അടുത്ത്. സ്വപ്നത്തിനും വരാറില്ല, ഇങ്ങനത്തെ ബൈബിൾ വേഴ്സസും തരാറില്ല. മാതാവ് ഈശോയോട് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് വന്നു,
എനിക്ക് കുറേ പിള്ളേർ സാക്ഷ്യം പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ലേഡി വരണമെന്ന് പറയുമ്പോൾ ലേഡി വരും, കളർ കാണിക്കണമെന്ന് പറയുമ്പോൾ കളർ കാണിക്കും. എൻ്റെ അടുത്ത് മാത്രം മാതാവ് ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് മാതാവ് ഒരു സംഭവം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എനിക്കൊരു ലേഡി ആയിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ അപ്പോഴും എനിക്ക് സംശയമുണ്ട്, കാരണം മാതാവിൻ്റെ അനക്കമൊന്നുമില്ല കുറേ നാളായിട്ട്. അപ്പോൾ ഞാൻ ഡേറ്റ് വന്നു, കോട്ടയത്തായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. കോട്ടയം കമ്പാരിറ്റീവ്ലി ഭയങ്കര പാടാണെന്ന് വന്നവരും പോയവരും ഒക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷേ ഉപ്പായിട്ടാണ് പോയത്. ഞാൻ ഉപ്പൊക്കെ കൈപ്പിടിച്ച് വെയിറ്റിങ്ങിൽ ഇരുന്നപ്പം ഇറങ്ങുന്ന പിള്ളേരുടെ ഒന്നും മുഖത്ത് സന്തോഷമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഇറങ്ങുന്നത്. ഞാൻ എന്നിട്ട് എൻ്റെ ടേണായി, വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. ഞാൻ കണ്ടതും ഞാൻ ലാപ്ടോപ്പിൽ കാണുന്ന ഒരു ലേഡിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ലേഡി. എനിക്ക് ലേഡി കിട്ടിയതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര സന്തോഷമായത് മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. അത് എന്നെ ആ ലേഡി കുറേ നേരം സംസാരിപ്പിച്ചൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം കൊണ്ട് എന്നെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ബാക്കി റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ്ങും. അതും ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പിള്ളേർ കേട്ടിട്ടുണ്ട്. റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ അവരുടെ കയ്യിലല്ല അവരുടെ കൺട്രോളെന്ന്. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് റൈറ്റിങ്ങിന്. എനിക്ക് ഓർമ്മയില്ല എനിക്ക് എന്താണ് ക്വസ്റ്റ്യൻ കിട്ടിയത്, ഞാൻ എന്താ എഴുതിയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൺട്രോളിലേ അല്ലായിരുന്നു എൻ്റെ കൈ. ആരോ എന്നെ പിടിച്ച് എഴുതിപ്പിക്കുക. ഞാൻ ഉപ്പും കൊണ്ടാണ് പോയത്. ഞാൻ ഓരോ മൊഡ്യൂൾ എഴുതുമ്പോഴും ഞാൻ ഉപ്പിട്ടിട്ടാണ് എഴുതുക. എന്നിട്ട് ഞാൻ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു, ലിസണിങ്ങും കംപ്ലീറ്റ് ചെയ്തു. റീഡിങ് ആയപ്പോഴാണ് ഭയങ്കരമായിട്ട് ടെൻഷനായത്. ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പം 45 മിനിറ്റ്സിനുള്ളിൽ ഞാൻ റീഡിങ് തീർക്കും, എല്ലാ പാസേജും തീർക്കും. IELTS എഴുതിയിട്ടുള്ളവർക്കറിയാം, 3ാമത്തെ പാസേജാണ് ഭയങ്കര ടഫ്. വായിച്ചാൽ മനസ്സിലാവത്തുമില്ല, ഒന്നുമില്ല. ഞാൻ 3rd പാസേജ് ആയപ്പോൾ എനിക്ക് ടൈമില്ല. എനിക്ക് ആ 5 മിനിറ്റും കൂടെ 3rd പാസേജിനുള്ളൂ. ഫസ്റ്റ് പാസേജിനൊന്നും എനിക്ക് ആൻസർ കാണാനേ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ടെൻഷൻ കയറി പാനിക് ആയതോടെ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ എഴുതുന്നതെന്ന്. ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു വന്നെൻ്റെ, കാരണം പോയി എന്നറിയാം, റീഡിങ് പോയി. ഈ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എനിക്ക് 7.5 തരണം എന്നാണ്. ഇത് റീഡിങ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് 7.5 പോയിട്ട് റീഡിങ് മൊഡ്യൂളേ കിട്ടാൻ പോകുന്നില്ല, കാരണം മൊത്തം ടൈമില്ല എനിക്ക്. 3rd പാസേജ് ഞാൻ ചെയ്തില്ല, 3rd പാസേജ് ഞാൻ വായിക്കുക പോലും ചെയ്തില്ല. ഞാൻ വെറുതെ ABC ട്രൂ ഫാൾസ് നോട്ട് ഗിവൺ അങ്ങനെ എഴുതി വിട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതെല്ലാം ശരിയായിരിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു വിട്ടു. എന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു 7th ഡേ നിങ്ങളുടെ റിസൾട്ട് വരുമെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയുടെ നമ്പറാണ് 7, എനിക്ക് 7 തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഒരു തരത്തിൽ എനിക്ക് 7 കിട്ടത്തില്ല, കാരണം റീഡിങ് മൊഡ്യൂളേ പോയി. അപ്പോൾ എനിക്ക് 7 കിട്ടാൻ ഒരു ചാൻസും ഇല്ല. 7th ഡേ അത് 6th ഡേ ആയപ്പം ഞാൻ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേന് രാവിലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, റിസൾട്ട് വന്നു, നീ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മെയിൽ ചെക്ക് ചെയ്തു. ആദ്യം എനിക്ക് മെയിലിലാണ് വന്നത്, ആദ്യത്തെ IELTS. മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിലിൽ മെസ്സേജൊന്നും ഇല്ല. അപ്പം എനിക്ക് മനസ്സിൽ തോന്നി, നീ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മെസ്സേജിൽ റിസൾട്ട് വന്ന് കിടപ്പുണ്ടെന്ന് കാണിച്ചു. ഞാനപ്പോൾ തീരുമാനിച്ചു ഏതായാലും ഡെയിലി ബ്രെഡ് മൊത്തം കൂടിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി ബ്രെഡ് കൂടിക്കഴിഞ്ഞ് മെസ്സേജ് തുറന്ന് നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് കിടക്കുന്നു. എനിക്ക് ഓവറോൾ 7.5. എനിക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന്. ഞാൻ പോയി എന്ന് വിചാരിച്ച എൻ്റെ റീഡിങ്ങിന് എനിക്ക് കിട്ടിയത് 7. ഞാൻ മാതാവിനോട് എന്താണോ ചോദിച്ചത് അത് അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തരും, നമ്മൾ നന്നായിട്ടിരുന്നാൽ മാത്രം മതി, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ പറയും ഒരു കടമ്പയെ നമുക്ക് കടക്കാനുള്ളൂ, മാതാവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ഓഫ് ലെറ്റർ കിട്ടിയതോ 7.5 കിട്ടിയതോ ഒന്നുമല്ല, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എനിക്കൊരു തരത്തിലും ഞാൻ കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യുമായിരുന്നു. ഞാനും അമ്മയാണ് മെയിനായിട്ട് പൊതിച്ചോറ് കെട്ടി ഗവൺമെൻറ് കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് എൻ്റെ പപ്പ പോക്കറ്റ് മണിയൊക്കെ തരും. പക്ഷേ എൻ്റെ പപ്പ വിചാരിക്കുന്നത് ഞാനതെല്ലാം വെറുതെ കളയുക എന്നാണ്. ഞാൻ റോഡിൽ കൂടെ വരുന്ന കൈ കാലൊന്നും ഇല്ലാത്ത നിലത്തൂടെ ഇഴഞ്ഞൊക്കെ പോകുന്ന മനുഷ്യന്മാരുണ്ട്, ഞാൻ അവർക്കൊക്കെ ഈ പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ എൻ്റെ പപ്പ ഇപ്പോഴായിരിക്കും അറിയണേ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതെല്ലാം അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലാണ് എൻ്റെ കാരുണ്യപ്രവർത്തി മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവർക്കത് കൊടുക്കും. പിന്നെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പം മാതാവിന് ഇവിടെ ഒരു കൊച്ചിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ നടക്കും എന്ന്. അപ്പം ഞാൻ എൻ്റെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനിവിടെ വന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, മാതാവിനെ മുറുക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാവ് ഒരു തരത്തിലും നമ്മളെ കൈവിടില്ല. കുറച്ച് താമസിക്കും, പക്ഷേ താമസിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, ഏറ്റവും നല്ലത് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 0 ട്യൂഷൻ ഫീ പഠിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കോഴ്സാണ് ഞാൻ പബ്ലിക്കിൽ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ 25-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്, ഈ കമ്മിങ് സാറ്റർഡേ. ഇപ്പം ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. യെശയ്യാ 41:9-10 തിരുവചനങ്ങൾ. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് നിന്നെ ഞാൻ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം.
ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നേഹ ബോബി എന്ന ഈ മകളുടെ അതിമനോഹരമായ അർത്ഥപൂർണമായ ഉടമ്പടി സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. എത്ര സ്നേഹത്തോടു കൂടിയാണ് അമ്മ മാതാവ് എന്നെ സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു എന്ന ആ സന്തോഷം മകൾ നമ്മോട് പങ്കുവെക്കുന്നത്. അവൾക്ക് കിട്ടിയ നന്മകളെക്കാളുപരി, അനുഗ്രഹങ്ങളെക്കാളുപരി ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാനും അമ്മ മാതാവ് തൻ്റെ ജീവിതം സ്വീകരിക്കും വിധം ഈ ലോകത്തിൽ വ്യാപരിക്കുവാനും തനിക്ക് ഓരോ ദിവസവും സാധിക്കുന്നുണ്ട് എന്നതിലാണ് മകൾ ശരിക്കും സന്തോഷം കണ്ടെത്തുന്നത്. അത് തന്നെയാണ് മകളുടെ ഉടമ്പടി ജീവിതത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും. ബാക്കി എല്ലാത്തിനും നമുക്ക് അല്പകാലം കഴിയുമ്പോൾ മാറ്റമുണ്ടാകും. എന്നാൽ നമ്മുടെ ഉടമ്പടിയുടെ വിശ്വസ്ത ജീവിതത്തിൽ അമ്മ മാതാവിനോടൊപ്പം സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൽ അമ്മ കൂടെയുണ്ട്, കൈപിടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കുകയും എൻ്റെ ജീവിത വിഷയങ്ങൾക്ക് അമ്മ എപ്പോഴും പരിഹാരം നിർദ്ദേശിക്കുകയും ചില കാര്യങ്ങൾ വൈകിയാലും ഏറ്റവും മികച്ചത് എനിക്കമ്മ ഒരുക്കി വയ്ക്കുകയും ചെയ്യും എന്നൊരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള ഒരു മാനസികമായ ആത്മീയമായ വളർച്ച നമുക്ക് ലഭിക്കുന്നതാണ് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഓരോ വാക്കും മകളുടെ കേട്ടുകൊള്ളുക. അവൾ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് എന്നെ തന്നെ ഞാനൊന്ന് പുനഃക്രമീകരിച്ചപ്പോൾ എനിക്ക് അത്ഭുതകരമായ വിധം എൻ്റെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത് വിജയങ്ങൾ നൽകിക്കൊണ്ട് രോഗങ്ങൾ സുഖപ്പെടുത്തിക്കൊണ്ട് കാലതാമസം കുറച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമായി അമ്മ മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്നുവെന്ന്. അവസാനം അവൾ പറഞ്ഞില്ലേ, പപ്പ എനിക്ക് ഒത്തിരി പോക്കറ്റ് മണി തരാറുണ്ട്, പപ്പ കരുതി ഞാനിത് വെറുതെ അടിച്ചു പൊളിച്ച് കളയുവാണെന്ന്. എന്നാൽ ഞാൻ ആ ഉടമ്പടി എടുത്ത നാൾ മുതൽ ആരെയൊക്കെയാണോ അശരണരായി കണ്ടുകൊണ്ടിരുന്നത് അവർക്ക് വേണ്ടി മാത്രമേ ആ പോക്കറ്റ് മണി മുഴുവനും കൊടുത്തിട്ടുള്ളൂ എന്ന് രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവ് നിന്റെ ജീവിത വിഷയങ്ങൾക്ക് മേൽ അനുഗ്രഹം നൽകി നിനക്ക് ഉയർച്ച നൽകിയിരിക്കും. പ്രിയമുള്ളവരെ, ഉടമ്പടി എങ്ങനെയാണ്? നമ്മൾ സംശയത്തോടെ വരുന്നവരാകാം. നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ നടക്കുമോ, ഉള്ളതാണോ എന്ന് വിചാരപ്പെട്ട് ആദ്യം സമീപിക്കുന്നവരാകാം. എങ്കിൽ അമ്മയോട് ചേർന്ന് നിൽക്ക്, കൊമ്പടിച്ച് എളിമപ്പെട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്ക്. അമ്മ അത്ഭുതകരമായ അടയാളങ്ങൾ, ചിന്തിക്കുവാനാവാത്ത പ്രവൃത്തികൾ സമയ ചുരുക്കത്തിൽ നമുക്ക് വേണ്ടി നൽകും. കാരണം അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകം അംഗീകരിക്കേണ്ടത്, എല്ലാ ദേശത്തു നിന്നും വ്യക്തികൾ അംഗീകരിക്കേണ്ടത് അമ്മയുടെ ആവശ്യമാണ്. ഞാൻ ഇന്നും ജീവനോടെ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും. ഞാൻ ഇന്നും നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ എൻ്റെ കർത്താവിന് കൊടുത്തുകൊണ്ട് അനുഗ്രഹം നൽകി എൻ്റെ പ്രത്യക്ഷീകരണത്തെ സാധൂകരിക്കുമെന്ന് അമ്മ ലോകത്തിന് നൽകുന്ന തുടർച്ചയായ അടയാളങ്ങളാണ് ഓരോ ഉടമ്പടി സാക്ഷ്യവും. അതുകൊണ്ട് അമ്മ കൂടെയുണ്ട്, ജീവനോടെയുണ്ട്, കൂടെ നിന്ന് പ്രവർത്തിക്കും. അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും തേടി നിരന്തരം പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയിൽ ശരണപ്പെടാം. മകൾ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുക. ഇത്തിരി വൈകിയോ, 4 or 5 തവണ പുതുക്കിയിട്ട് നടന്നില്ലേ, ഓർത്തുകൊള്ളുക, കൂടുതൽ മികച്ചത്, കൂടുതൽ ശുഭകരമാകുവാൻ, ജീവിതം കൂടുതൽ സുരക്ഷിതമാകുവാൻ അമ്മ നിങ്ങൾക്കത് നന്നായി തേച്ചു മിനുക്കി വിളക്കി ഒതുക്കി കരങ്ങളിലേക്ക് തരികയാണ്. മകൾക്ക് എന്തുകൊണ്ടാണ് വൈകിയത്? കാരണം അവൾ ചോദിക്കുന്നതും അമ്മ ആഗ്രഹിക്കുന്നതും രണ്ടായിരുന്നു. ഈ രണ്ടും ഒന്നാകാൻ വേണ്ടിയുള്ള സമയമാണ് വൈകൽ. അമ്മ മാതാവ് വൈകിക്കുന്നതല്ല, നമ്മൾ ചില നിർബന്ധങ്ങൾ പിടിക്കുന്നതാണ്. നമ്മുടെ നിർബന്ധങ്ങൾ മാറുമ്പോൾ, അമ്മയുടെ വഴിക്ക് നമ്മളാകുമ്പോൾ നമ്മുടെ അനുഗ്രഹങ്ങൾ വേഗത്തിലാവും. നമുക്കങ്ങനെ അത് മനസ്സിലാവും. കാരണം അവൾ ചോദിച്ചു കൊണ്ടിരുന്നത്, അവൾ നിരന്തരം എഴുതിക്കൊണ്ടിരുന്നത്, ഏജന്റിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതല്ല അമ്മ അവൾക്ക് കൊടുത്തിരുന്നത്. അമ്മ കൊടുത്തതിലേക്ക് മകളുടെ ചുവട് വെച്ചപ്പോൾ അവളുടെ ജീവിതം സുരക്ഷിതമായി വേഗത്തിൽ കോഴ്സ് കിട്ടി. ഏറ്റവും അടുത്ത തീയതികളിൽ വിദേശത്തേക്ക് പോകുവാൻ അമ്മ വഴിയൊരുക്കി കൊടുത്തു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സൗഖ്യപ്പെടുത്തുന്ന അമ്മ, ഭാരങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ, ഏതൊരു അസാധ്യകാര്യവും നമുക്ക് വേണ്ടി നേടിത്തരുന്ന അമ്മയുടെ ശക്തമായ സുന്ദരമായ സാക്ഷ്യമാണ് മകൾ ഈ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾക്ക് ലഭിച്ച എല്ലാ ആത്മീയ ബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ആദ്യമായി തന്നെ ഈ പുണ്യഭൂമിയിൽ, ഈ അൾത്താരയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനുകോടി നന്ദി യേശുപ്പച്ചനും പരിശുദ്ധ അമ്മ മാതാവിനും. നന്ദി, സ്തുതി, ആരാധന, മഹത്വം, ഹൃദയത
കോടാനുകോടി അർപ്പിക്കുന്നു. എൻ്റെ പേര് അൽഫോൻസ, എൻ്റെ മോള് റെയ്ന സോനു. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞങ്ങൾ സെറ്റിൽഡാണ് അഹമ്മദാബാദിൽ. ഞാൻ അവിടെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റായിട്ട് ഒരു കോർപ്പറേറ്റ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു 350 നേഴ്സസ് എൻ്റെ അണ്ടറിലുണ്ട്. ഞാൻ അവർക്കെല്ലാവർക്കും ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉടമ്പടിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2019 മാർച്ച് 4 ആണ്. ഉടമ്പടി ഞാൻ അറിഞ്ഞത് ഒരു ഓമന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയിൽ നിന്നാണ്. ആ ചേച്ചി, ഞാൻ വളരെ എൻ്റെ മോളെക്കുറിച്ച് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ആലപ്പുഴ കൃപാസനത്തിൽ ഉടമ്പടി എന്ന ഒരു സംഭവമുണ്ട്, അത് പാലിക്കാൻ പറ്റുമെങ്കിൽ അത് പോയി എടുത്താൽ ദൈവം മാതാവും ഒത്തിരി നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ മാർച്ച് 3 ഞാൻ അറിയുന്നു ഉടമ്പടിയെക്കുറിച്ച്. മാർച്ച് 4 വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാനും മോളും ഇവിടെ എത്തി. അന്ന് മോൾക്ക് 11-12 വയസ്സുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായി വെച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. കാരണം 1.5 വയസ്സുള്ളപ്പോൾ അവളുടെ പപ്പ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമമായിരുന്നു. അവൾ ആ വിഷമം എന്നോട് പറയുമ്പോൾ എനിക്കത് സഹിക്കുക വയ്യായിരുന്നു. സ്കൂളിൽ ചെല്ലുമ്പോൾ ബോത്ത് പാരൻസ് മീറ്റിങ്ങിന് വരും, ഞാൻ മാത്രമേ മീറ്റിങ്ങിൽ വരാറുള്ളൂ. അപ്പോൾ കൊച്ചു ചോദിക്കും, വൈകിട്ട് വരുമ്പോൾ മമ്മ എന്നെ മോള് അമ്മ എന്ന് എന്നെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചത് സങ്കീർത്തനം 91 ഒരു ദിവസം ഒരു വാക്ക് വെച്ച് ഞാൻ കൊച്ചിനെ അത് പഠിപ്പിച്ചു. കൊച്ച് ശരിക്കും സംസാരിക്കാറായപ്പോൾ സാം 91 ഫുൾ ബൈ ഹാർട്ടായി. അത് കഴിഞ്ഞിട്ട് സാം 23 അതും ഞാൻ പഠിപ്പിച്ചു. സാം 121 അതും കുഞ്ഞിനെ പഠിപ്പിച്ചു. 3 ബൈ ഹാർട്ടായി. ഞാൻ പറഞ്ഞു, മോളുടെ പപ്പ യേശുപ്പച്ചനാണ്, മോള് ഇത് വെച്ച് പ്രാർത്ഥിക്കുക, മോളുടെ എല്ലാ ദുഃഖവും മാറ്റും, അമ്മമാതാവിനെ മുറുകെ പിടിക്കുക. മുട്ടുകുത്തി കുഞ്ഞ് തിരി കത്തിച്ചിട്ട് എന്നെ വിളിക്കുമായിരുന്നു 3 വയസ്സ് മുതൽ ജപമാല പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷമങ്ങൾ വരുന്നത്. അവളുടെ മനസ്സ് എന്നോട് തുറന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സഹിക്കുക വയ്യ കൊച്ചു പറയുമ്പോൾ. അങ്ങനെ ഓടിച്ചാടി ഒരു കാന്ത ആകർഷിക്കുന്നത് പോലെയാണ് ആദ്യമായി ഞാൻ ഉടമ്പടി കേൾക്കുമ്പോഴുള്ള എനിക്കുണ്ടായ ഒരു അട്രാക്ഷൻ. കൊച്ചിനെ വിളിച്ചിട്ട് വെളുപ്പിന് ഫ്ലൈറ്റിന് കയറി ഓടി വന്നു. ഇവിടെ വന്നപ്പോൾ വൈകിട്ട് 6 മണിയായി. ഞങ്ങൾ അപ്പം ഭയങ്കര ഉന്തും തള്ളും. ഞാനും കൊച്ചും മറ്റുള്ളവരുടെ ഫോഴ്സ് കാരണമാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ നടന്നല്ല വന്നെന്ന്. നടക്കാനുള്ള സ്ഥലമില്ല, ഒരു ഇട പോലുമില്ല. ഏതോ ഒരു വ്യക്തിയിലൂടെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഉടമ്പടി എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മാർച്ച് 4 ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി പുതുക്കി ഉടമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ കഴിഞ്ഞ ഈ വർഷം 2025 ഫെബ്രുവരിന് കൊച്ചിന് 18 വയസ്സായി. അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ ഒത്തിരി പേരെ ഉടമ്പടി എടുപ്പിച്ചു. എൻ്റെ വീട്ടുകാരെ ചേച്ചിമാരെ ഉടമ്പടി എടുപ്പിച്ചു. എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് ഇന്നും. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത്. ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും നടന്നില്ല. അപ്പം ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഇത് മാംസമായി ധരിച്ചു. അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെസ്റ്റ് ആഫ്രിക്ക കോങ്കോ കിൻഷാസ എന്ന സ്ഥലത്ത് ഒരു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ വേക്കൻസി ഉണ്ട്. 1000 ബെഡിൻ്റെ ഹോസ്പിറ്റലാണ്. 550 നേഴ്സുമാരുണ്ട്. അപ്പോൾ ഇവരെ ലീഡ് ചെയ്യുക, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഇതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ വിതിൻ 2 വീക്സ് എനിക്ക് വിസ വന്നു, ഇമിഗ്രേഷൻ ശരിയായി, എല്ലാം
ടൈം ഷോർട്ടനിങ്, അച്ഛൻ കൃപാസനം അച്ഛൻ പറയുന്നത് പോലെ ടൈം ഷോർട്ടനിങ്ങിൻ്റെ ഒരു അനുഭവം എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിതിൻ 2 വീക്സിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഞാനത് അങ്ങനെ വിതിൻ 1 മന്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ പോവുകയും ചെയ്തു എൻ്റെ കുഞ്ഞിൻ്റെ അനുവാദത്തോടെ. അന്ന് വരെ ഞങ്ങൾ ഒരിക്കലും അകന്നും ജീവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കോൺവെൻറ്റ് സ്കൂളിൽ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാൻ പോയത്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര വിഷമം എന്നെ കാണണമെന്നുള്ളത്, എനിക്കും അവളെ കാണണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടുത്തെ സിഇഒനോട് പറഞ്ഞു, സാറ് പറഞ്ഞു ഇല്ല ഫാമിലിയെ അനുവദിക്കില്ല. ഐ സെഡ് നോ, ഐ വാണ്ട് ടു ഗോ, ഐ ഷുഡ് ഗോ, ഐ വാണ്ട് ടു ബ്രിങ് മൈ ഡോട്ടർ, ദെൻ ഓൺലി ഐ ക്യാൻ കണ്ടിന്യൂ മൈ വർക്ക് ഓവർ ഹിയർ. അങ്ങനെ പറഞ്ഞ് ഞാൻ 1 മന്ത് ലീവ് എടുത്ത് ഇവിടെ വന്ന് ഇപ്പം നമ്മൾ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് മെയിൽ, കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സിഇഒയുടെ മെയിൽ വരണം. മെയിൽ ഇവിടെ വന്ന് 20 ദിവസമായി 15 ദിവസമായി മെയിൽ വരുന്നില്ല. പിന്നെ ഒരു 10 ദിവസത്തിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ ഈ അൾത്താരയിൽ കൊച്ചിനെ പ്രാർത്ഥിപ്പിച്ചു. ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛൻ ഇതാണ് സംഭവം. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷി പറയാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ എത്തുന്നതിന് മുൻപേ എനിക്ക് മെയിൽ വന്നു, യുവർ ഡോട്ടർ യു ക്യാൻ ബ്രിങ്, പെർമിഷൻ ഈസ് ഗ്രാൻഡഡ്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇന്ന് ഞങ്ങൾ ചെന്നു, നാളെ ലോക്ക്ഡൗൺ പ്രാപിച്ചു കോവിഡ് കാരണം. അപ്പം ലോക്ക്ഡൗൺ 6th മന്തിൽ ഫുൾ കംപ്ലീറ്റ് ഫ്ലൈറ്റ് എല്ലാം ബന്ധായി. അപ്പോൾ അത് ഭയങ്കര ഒരു മഹാ അത്ഭുതമാണ്. കാരണം ഞങ്ങൾ അന്ന് ചെന്ന് പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയി. അപ്പോൾ ആ കറക്റ്റ് മോമെൻറ്റിൽ ടൈം ഷോർട്ടനിങ് ചെയ്ത് മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. അങ്ങനെ ഞാനും കുഞ്ഞും അവിടെ എത്തി. കുഞ്ഞിനവിടെ 9th സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുത്തു പഠിക്കാൻ. അങ്ങനെ പഠനം തുടങ്ങി. പിന്നെ കോവിഡ് കുറേ ആയി. ഇപ്പം ഒത്തിരി ഇന്ത്യൻസ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ കുറേ പേര് മരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വന്നു. 2021 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ 2 സിസ്റ്റേഴ്സ് ഈ അൾത്താരയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്കും കുഞ്ഞിനും ഒരു നന്മ നിറഞ്ഞ മറിയം ഈ അൾത്താരയിൽ കയറി ചൊല്ലാനുള്ള ഭാഗ്യം തരണമേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. 2 ആഴ്ച കഴിയുമ്പോൾ അച്ഛൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു, ആഗോള ജെറിക്കോ പ്രെയർ ഇവിടെ നടത്താൻ പോകുന്നു. പല പല ഭാഷകളിൽ ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നു. ഞാൻ ആ നമ്പറിൽ ബന്ധപ്പെട്ടു. എന്നെ മോളെ അവർ വിളിച്ചു. ഞങ്ങളിവിടെ ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് 4 ഭാഷകളിൽ 212 നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞാൻ ചൊല്ലി. ഞാനും മോളും ഒരു നന്മ നിറഞ്ഞ മറിയമാണ് ഞാൻ ചോദിച്ചത്, ഒരു പരിശുദ്ധ മറിയമാണ് ഞാൻ ചോദിച്ചത്. അമ്മ ഞങ്ങൾക്ക് 2 പേർക്കും, നിങ്ങൾക്ക് യൂട്യൂബിൽ ചോദിച്ച് അടിച്ച് നോക്കിയാൽ അറിയാം, 2021 ആഗോള ജെറിക്കോ പ്രാർത്ഥനയിൽ 212 നന്മ നിറഞ്ഞ മറിയും പരിശുദ്ധ മറിയും 20 സ്വർഗസ്ഥനായ പിതാവും 4 വിശ്വാസ പ്രമാണവും ഈ അൾത്താരെ കയറി ഞങ്ങൾ പല ഭാഷകളിൽ ചൊല്ലി. ഫ്രഞ്ച് അറിയാമോ, കൊന്ത ചെല്ല അറിയാമോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രഞ്ച് കുറച്ച് അറിയാം സംസാരിക്കാൻ, പക്ഷെ കൊന്ത ഞങ്ങൾ ഇതുവരെ ചൊല്ലിയിട്ടില്ല. അപ്പം എന്നോട് കൊച്ചിനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഫ്രഞ്ച് ആദ്യം ചൊല്ലിക്കോ. അപ്പം ഞാൻ പറഞ്ഞു ഫ്രഞ്ചോ? അപ്പം ഞങ്ങൾ വേഗം യൂട്യൂബിൽ നോക്കി ഫ്രഞ്ച് കൊന്ത എഴുതിയെടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫ്രഞ്ച് ചൊല്ലി. ഫ്രഞ്ച് ജപമാല ചൊല്ലി പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ VP ജോസഫ് അച്ഛൻ, ഈ 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ജോസഫ് അച്ഛൻ ഞങ്ങളോട് പറയാണ്, കൊള്ളാം മക്കളേന്ന്. ഇത് കേട്ടപ്പോൾ എൻ്റെ കൊച്ചിന് എനിക്കും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, ഭയങ്കര ധൈര്യമായിരുന്നു. അച്ഛൻ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞല്ലോ, അറിയാൻ പാടില്ലാത്ത ഭാഷയിൽ ഞങ്ങൾ ജപമാല ചൊല്ലി ഇവിടെ അമ്മയ്ക്ക് കാഴ്ച വെച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനവും ഉത്തേജനവുമായിരുന്നു. അന്നത്തെ വ്യൂ തന്നെ 55,000 പീപ്പിളായിരുന്നു ആ വീഡിയോ കണ്ടത്. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മോൾക്ക് പപ്പയില്ലാത്തതിൻ്റെ വിഷമം. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ മാതാവ് എൻ്റെ മോളെ കൂടെ പൊതിഞ്ഞ് ഈശോ അമ്മയുടെ തിരുഹൃദയത്തിൽ ഈശോയോട് ചേർത്ത് പിടിച്ചാണ് നടത്തിയിരിക്കുന്നത്. ഈ നിമിഷം വരെ വിശുദ്ധിയിൽ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നതുപോലെ എൻ്റെ മോളെ അമ്മ മാതാവ് ഇന്നും യേശുവിനെ പഠിപ്പിച്ചതുപോലെ
ജ്ഞാനത്തിലും പ്രായത്തിലും അറിവിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ എൻ്റെ മോളെ വിശുദ്ധിയിൽ വളർത്തുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവ് പലതവണ ഞങ്ങളുടെ തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതാ ഫോട്ടോ, ഒന്നല്ല പലതവണ. ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. പണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ഒരു ഫാനാണ്. ഇന്ന് എന്നെ വിളിക്കുന്നത് മരിയൻ മിഷണറി എന്നാണ്. ഞാൻ ഇവിടുന്ന് ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഗുജറാത്തി, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം പത്രങ്ങൾ കെട്ടുകളായി വാങ്ങി നോർത്ത് ഇന്ത്യൻ ഗുജറാത്തികളുടെ ഇടയിൽ ഗുജറാത്തി പത്രവും ഹിന്ദി പത്രവും കൊങ്കൺസിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പത്രവും വിതരണം ചെയ്ത് ഒരു യേശുവിനെ അറിയാത്തവരെ അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും അറിയാത്തവരെ അറിയിച്ചു കൊടുത്തും യേശു ക്രിസ്തുവാണ് ഏക രക്ഷകനെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ സാക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഭയങ്കര പൊളിറ്റിക്സാണ്. അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 നമ്മുടെ ബഹുമാനപ്പെട്ട 21st സെഞ്ച്വറിയിലെ പ്രവാചകനായ ഡോക്ടർ VP ജോസഫ് അച്ഛൻ ഇങ്ങനെ ആരാധനയിലൂടെ പറയുന്നു. ജനസിസ് 3:15, ഉൽപ്പത്തി 3:15 നീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ മേൽ കുതികാൽ പരിക്കേൽപ്പിക്കും. ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയണു. അപ്പോൾ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കെതിരായിരുന്ന് സംസാരിച്ച എല്ലാ ആൾക്കാരെയും അമ്മമാതാവ് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ ദൂരെ ജോലി അവർക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് അവർ റിസൈൻ വെച്ച് വേറെ ഓർഗനൈസേഷനിൽ മാറ്റി താമസിപ്പിച്ചു, ജോലി കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റി എന്നെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിച്ചു. തന്നെയല്ല, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഈ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും എനിക്ക് ആസ് എ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എനിക്ക് ഫുഡ് കൊടുക്കണോ മെഡിസിൻ കൊടുക്കണോ ഒന്നും വരുന്നില്ല, എൻ്റെ നഴ്സുമാർ ചെയ്തോളും. പക്ഷേ ഞാൻ എവരുടെ 80, 90, 100 പേഷ്യൻസിനെ ഡെയിലി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സംഗതി, ചിലപ്പോൾ ഫീഡിങ് ആയിരിക്കും, സൂപ്പൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചായിരിക്കും. നഴ്സുമാർക്ക് സമയമില്ലാത്തത് കൊണ്ട് അവർ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകും ചിലപ്പോൾ. അപ്പം ഞാൻ അതെടുത്ത് കൊടുക്കും. അപ്പോൾ അവർ പറയും, അയ്യോ മേഡം എടുക്കില്ല, ഞങ്ങൾ കൊടുത്തോളാം. അയ്യോ മേഡം കൊടുക്കില്ല. ഞാൻ സെഡ് നോ, ഞാൻ ആം എ മരിയൻ മിഷണറി, ഐ ഹാവ് ടു ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു ഒത്തിരി. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ NIBH അസസ്മെൻ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞു, മാതാവേ ഈ NIBH അസസ്മെൻറ്റിൽ സങ്കീർത്തനം 92:10 അവിടുന്ന് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ കൊമ്പ് ഉയർത്തി നിർത്തണമേ, അവിടുന്ന് പുതിയ തൈലം എൻ്റെ മേൽ ഒഴിക്കണേ. അങ്ങനെ വെച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചു. 92 നോൺ കംപ്ലൈൻസിൽ ആകെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 നോൺ കംപ്ലൈൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാതാവ് ഞങ്ങളെ വലുതാക്കി ഉയർത്തി. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ നീരവ് പഞ്ചാനി, ആ ഡോക്ടർ സൈക്ലിംഗ് ചെയ്തപ്പം പട്ടി മുൻപിൽ വന്ന് സൈക്കിൾ വീണ് അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറി ആയി, ഹെഡ് ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ബെഡിൻ്റെ ചുറ്റുമിട്ട് മാതാവിൻ്റെ ഒരു രൂപം തലയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹം 45 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ 53ാമത്തെ ദിവസം ഹെൽത്തി ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയും ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് സ്ട്രീറ്റിലെ ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. പിന്നെ അവരുടെ ഇടയിൽ അവർ 350-400 പേരുണ്ടാവും. നമ്മുടെ 2022, 23, 24 ഈ വർഷങ്ങളിൽ മൊത്തം ക്രിസ്മസിൻ്റെ അന്ന് അവരുടെ ഇടയിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി യേശുവിനെ പ്രഖ്യാപിക്കും. ഞാൻ അവിടെ യേശുവിൻ്റെ ബർത്ത്ഡേ ആണ്, യേശുവിനെ കുറിച്ച് പറയും, മാതാവിനെ കുറിച്ച് പറയും, എങ്ങനെയാണ് യേശു വന്നത്, യേശുവാണ് ഏക രക്ഷകൻ എന്ന് അവരുടെ ഇടയിൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാറുണ്ട്.
ഈ വർഷവും ഞാൻ അത് ചെയ്യും. ഉടമ്പടി എടുത്തപ്പന്നെ 22, 23, 24, 25 ഞങ്ങൾ അഖണ്ഡ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. അന്നേ ദിവസം അവധിയെടുത്ത് അവിടെ നിന്ന് ഇവിടെ വരും. നാളെയും പങ്കെടുക്കും. അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അമ്മ വഴി യേശു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി, സ്തുതി, ആരാധന, മഹത്വം, ഹാലേലിയ ഹൃദയത്തിൽ അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ നിത്യസ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നെ കേൾക്കുന്ന നിങ്ങളിലും ഞങ്ങളിലും നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളിലും ജോസഫ് അച്ഛനിലും ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളിലും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യം നിർത്തുന്നു. ഇനിയും ഞാൻ വരും സാക്ഷ്യം പറയാൻ. ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആഫ്രിക്കയ്ക്ക് പോയി. അപ്പോൾ അവിടെ ലോക്ക്ഡൗൺ ആയ കാരണം പള്ളിയിൽ പോകാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, യേശുവിനെ സ്വീകരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ല. അമ്മേ, ഉടമ്പടി എടുത്തിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ എന്നോട് പറയാണ്, അമ്മയ്ക്ക് പ്രാന്തുണ്ടോ? ലോക്ക്ഡൗൺ ആയ സമയത്ത് ആരെങ്കിലും പള്ളി തുറന്ന് അമ്മയ്ക്ക് യേശുവിനെ തരോ? അങ്ങനെ പറഞ്ഞു. ഇവിടെ എന്നെ കളിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടി, മാതാവ് തരും നമുക്ക്. അങ്ങനെ ഇരിക്കെ 11 മണിയായപ്പോൾ ഏതോ ഒരച്ഛൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ 10 ഓസ്തി കൊടുത്ത് വിട്ടിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് സൂപ്പറിനെ കൊടുക്കാൻ പറഞ്ഞ്. എൻ്റെ മാതാവേ, ഇതിലും വലിയ അത്ഭുതം എന്തോ ഉള്ളേ? സ്വപ്നത്തിൽ ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് യേശുവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പകല് 11 മണിയായപ്പോൾ ഇതാ യേശുവിനെ സ്വീകരിക്കാൻ പറഞ്ഞ് ഏതോ ഒരച്ഛൻ നഴ്സിംഗ് സൂപ്പറിനെ കൊടുക്കാൻ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചേക്കണു 10 ഓസ്തി. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, ഒരു മനസ്താപ പ്രകരണം, ഒരു വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ പിതാവ് ജപമാല ചൊല്ലിയിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവിൻ എഴുതി വെച്ചിരിക്കുക. ഇന്നും അറിയില്ല അച്ഛൻ ഏതാന്ന്. അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി. ഞങ്ങൾ എന്നിട്ട് പരിശുദ്ധ കുർബാന ഉപയോഗിച്ചത് അവിടെയുള്ള 550 നേഴ്സസ് ഉണ്ടല്ലോ, അവിടുത്തെ ആഫ്രിക്കൻ നേഴ്സസിനെയും മലയാളി നേഴ്സസിനെയും ഇന്ത്യൻ നേഴ്സസിനെയും ക്രിസ്ത്യൻസിനെയും എല്ലാവരും വിളിച്ചു കൂട്ടി. അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി. ഈ ജപമാല ചൊല്ലി കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ പറഞ്ഞതുപോലെ ആ കുറിപ്പിൽ ഇട്ടതുപോലെ തന്നെ മനസ്താപ പ്രകരണം ചൊല്ലി, വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ ജപമാല ചൊല്ലി, തിരി കത്തിച്ച് വെച്ച് 2 തിരിയും, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഞാനാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് തിരുവോസ്തി. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഞ്ഞിയും പയറും ചമ്മന്തിയും കൊടുത്തു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അത് ഇപ്പോഴും ചിന്തിക്കുമ്പം കോരിത്തരിക്കുക. ഭയങ്കര അത്ഭുതം. എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ വന്നു. അന്ന് ആഫ്രിക്കയിലെ ഒരു പ്രത്യേകതയുണ്ട്, അവർ മെഡിസിൻ കഴിക്കില്ല. ബൈബിള് എല്ലാവരുടെ തലവരുടെ അടിയിലുണ്ടാവും. അപ്പോൾ ബൈബിള് വെച്ചിട്ട് ഈ മെഡിസിൻ അവർ താഴെ ഇടും. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ മെഡിസിനും കഴിക്കാൻ തുടങ്ങി, ബൈബിളും പ്രോപ്പറായിട്ട് വായിക്കാൻ തുടങ്ങി. അമ്മയിൽ വിശ്വാസമില്ലാതിരുന്ന എല്ലാവരും അമ്മയിനെ വിശ്വസിച്ച് ജപമാല ചെല്ലാൻ തുടങ്ങി. യെശയ്യാ 54:13 കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. യേശുവിൽ പ്രിയമുള്ളവരെ, അൽഫോൻസ ഗുജറാത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്നവരെ പരിശുദ്ധമ്മ കൈവിടാതെ താങ്ങിക്കൊണ്ട് നടക്കുന്നതിനെക്കുറിച്ചാണ്. തൻ്റെ മോൾക്ക് അപ്പനില്ലാതെ ഇരുന്ന വിഷമങ്ങളിലെല്ലാം സങ്കീർത്തനം 91 ഓരോ വാക്കുകളും പറഞ്ഞു പഠിപ്പിച്ചു. അവളെ തൻ്റെ ഈശോയാണ് തൻ്റെ പിതാവെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഒരമ്മ ചെയ്തു കൊടുത്തതാ. അങ്ങനെ കുഞ്ഞിനെ ധൈര്യപ്പെടുത്തി നിൻ്റെ ഈശോയാണ് നിൻ്റെ പിതാവെന്ന്. അങ്ങനെ ആ കുഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എന്നാൽ അമ്മയാകട്ടെ ഓരോ മേഖലകളിലും ഉയർന്നുയർന്നു വരികയാണ്. ആദ്യമെല്ലാം മാതാവിൻ്റെ ഫാനായിരുന്നു. പിന്നീടോ മരിയൻ മിഷണറിയായി. ഇതാ അമ്മ കൊടുക്കുന്നത്. മരിയൻ മിഷണറി ആയപ്പോൾ അമ്മ വച്ചടി കയറ്റമാണ് കൊടുക്കുന്നത്. എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ. ആഫ്രിക്കയിലാണ് താമസം. എനിക്ക് സാധിക്കുന്നില്ലല്ലോ അമ്മ എന്ന് പറഞ്ഞു കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഒരു രാത്രി 3 മണിക്ക് എണീറ്റാണ് പ്രാർത്ഥിക്കുന്നത്.
കോവിഡ് കാലമായതുകൊണ്ട് പരിശുദ്ധ കുർബാന കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു വൈദികൻ 10 ഈശോയുടെ ശരീരം കൊടുത്തു വിടുകയാണ്. അതവർ മനസ്താപ പ്രകടനം ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയും അവിടെയുള്ള നേഴ്സന്മാരെ കൂടി വിളിച്ചുകൂട്ടി അവർക്ക് ഒരു ഓസ്തി എടുത്ത് മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ട് കൊടുത്തു. അങ്ങനെ അവർക്ക് ആ 10 ഓസ്തി തീരുന്നത് വരെ പരിശുദ്ധ കുർബാന ഈശോയെ സ്വീകരിക്കാൻ വലിയ അനുഗ്രഹം കിട്ടി. ഇതാ പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ജപമാല ഓരോ മണികളും ചൊല്ലുമ്പോൾ നമ്മൾ അമ്മ മാതാവിൻ്റെ കയ്യിൽ പിടിക്കും. എന്നാൽ ജപമാല ചൊല്ലിത്തീരുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കും. ഇതാണ് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഗിഫ്റ്റ്. അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയാണ് ഇവർക്ക്. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിലാണ് നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാതം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. യേശുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം.